മുഹമ്മദ് അലി ജിന്നയും മൗലാന അബുൽ കലാം ആസാദും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുസ്ലിം ചിന്താധാരയുടെ രണ്ട് പ്രാതിനിധ്യങ്ങളാണ്. 1945 നടന്ന തെരഞ്ഞെടുപ്പിൽ ബോംബെ സെൻട്രലിൽ നിന്നാണ് മുഹമ്മദ് അലി ജിന്ന ജയിക്കുന്നത്. ജനറൽ സീറ്റുകളിൽ ഒന്നിലും ജിന്ന പ്രതിനിധാനം ചെയ്ത മുസ്ലിം ലീഗ് ജയിച്ചില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്ത സീറ്റുകളിൽ മാത്രമാണ് മുസ്ലിം ലീഗ് അന്ന് ജയിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മറ്റൊരു രാഷ്ട്രമാകണം എന്നുള്ള ജിന്നയുടെ ഇരുരാഷ്ട്രവാദത്തിന് ആക്കം കൂട്ടുവാൻ ആ തെരഞ്ഞെടുപ്പ് ഫലം സഹായിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇന്ത്യയിലെ ജനറൽ സീറ്റുകളിൽ മുഴുവൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മഹാനായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ നേതൃത്വമായിരുന്നു. പക്ഷേ ഈ ആസാദിനെ മറന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ പാപം എന്ന് ഞാൻ പറയും. ജിന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയും ഇരുരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുകയും സവർക്കറുടെ നേതൃത്വത്തിൽ ഇരുരാഷ്ട്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ജിന്നയുടെ ഇരുരാഷ്ട്രവാദത്തിനെ ലീഗിൻ്റെ വേദിയിൽ പോയി പിന്തുണച്ചയാളാണ് സവർക്കർ. ഈ മസ്ജിദിൻ്റെ പടവുകളിൽ 1948 ഒക്ടോബർ മാസത്തിൽ ഡൽഹിയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകരുതെന്നും ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്നും മൗലാന അബുൽ കലാം ആസാദ് പ്രസംഗിച്ചു. ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണ്. നാം കൂടി ഉണ്ടാക്കിയതാണ് ഈ രാജ്യത്തിൻ്റെയും ഈ ദില്ലി നഗരത്തിൻ്റെയും ചരിത്രം. നമ്മൾ എങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത്, നമ്മൾ എന്തിന് ഈ രാജ്യം വിട്ടു പോകണം എന്നാണ് പറയുന്നത്. ഈ ആൻറ്റി CAA അജിറ്റേഷനും CAA ബില്ലും ഒക്കെ വരുന്ന സമയത്തും അല്ലാതെയും നാം മൗലാന ആസാദിനെ ഓർക്കേണ്ട ചരിത്ര സന്ദർഭത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇന്ത്യയിൽ വന്നിരിക്കുന്നത്.